നമസ്കാരം. സുമയാണ്. ലൈഫ് ഓഫ് ആൻ സുമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. നാളെയാണ് 7ാം മാസത്തിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കേട്ടോ. അറിയാലോ എല്ലാവർക്കും 7ാം മാസത്തിൽ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പം ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് ശരിയാക്കണം. അങ്ങനെ ഒരു എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ തന്നെ കഴിക്കുന്നത് ഈ പേരയ്ക്കയാണ് കേട്ടോ. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസി ടൈമിലാണല്ലോ നമ്മളെല്ലാതും കഴിക്കണം തോന്നുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്കങ്ങനെ വലുതായിട്ടൊന്നും കഴിക്കണം തോന്നുക അങ്ങനത്തെ പരിപാടി അങ്ങനെയൊന്നുമില്ല. പക്ഷെ കാണുമ്പോൾ കഴിക്കണം എന്ന് തോന്നും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന ഫുഡ് വേണം ആഗ്രഹം അങ്ങനത്തെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കട്ടിംഗ് ബോർഡും എപ്രോണൊക്കെ ഓൺലൈനിൽ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മലാവി ഡയറിയിൽ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ സെല്ല് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മുടെ കേരള ഗ്രാമം എന്ന് പറയുന്ന ഒരു സ്വപ്നം ഉണ്ടായിരുന്നു മലാവിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതായത് വീടില്ലാത്ത കുറേ ആൾക്കാർക്ക് കുറച്ച് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് നമ്മളൊരിക്കലും ക്രൗഡ് ഫണ്ടിങ് ഒന്നും ആരടുത്തുനിന്നും സ്വീകരിക്കാറില്ല. അപ്പോൾ നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഓൺലൈൻ കൂടെ സെല്ല് ചെയ്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത്, ഇനിയിപ്പോൾ ഒരു 10 ബാഗ് സിമെൻറ്റിക്ക് 10 ബാഗ് സിമെൻറ്റ്, കുറച്ചധികം മെറ്റലോ അങ്ങനെ ആ വീടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് സാധനം സെല്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ നമുക്ക് ഒരുപാട് ഓർഡേഴ്സൊക്കെ കിട്ടി. അത് പക്ഷേ നമുക്ക് കിട്ടിയ ഓർഡേഴ്സ് ആദ്യം ഓരോ ബാച്ചാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ആദ്യം കിട്ടിയ ഓർഡേഴ്സ് എടുത്തതിന് ശേഷം പിന്നെ വന്ന ഓർഡേഴ്സ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം പ്രഗ്നൻസീൻ്റെ കുറച്ച് വയ്യായ്കളും പിന്നെ എന്നെ കൂട്ടിക്കൊണ്ടുപോകലും എല്ലാം കൂടെ ഒക്കെ ആകുമ്പോൾ എനിക്കിത് മാനേജ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് എന്താ പറയുക, നമ്മൾ ഓർഡർ എടുക്കുന്നത് തൽക്കാലമായിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഫസ്റ്റത്തെ ബാച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങണം. അപ്പോൾ എല്ലാവരെയും അറിയിക്കുക. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് രണ്ടാമത് തുടങ്ങണത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അറിയിക്കേണ്ട കേട്ടോ. ഇപ്പോൾ എന്തായാലും ഈ ഫസ്റ്റ് ബാച്ചിൻ്റെ ഓർഡേഴ്സ് എല്ലാം നമ്മൾ അയക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറേ അയച്ചു. ഇതിപ്പോൾ ലാസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും പീസസ് ഉണ്ട്. അപ്പോൾ ഞാൻ മാത്രം വിചാരിച്ചാൽ അത് അയക്കാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ കൂടെ ഇവരെല്ലാവരും കൂടിയിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും, അതായത് പെട്ടി പാക്ക് ചെയ്യാനാണെങ്കിൽ അഡ്രസ്സ് എഴുതിയത് ഒട്ടിക്കാനാണെന്നുണ്ടെങ്കിലും ഈ പെട്ടി പാക്ക് ചെയ്യലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, കാരണം ഇതൊക്കെ ഇങ്ങനെ മടക്കി റെഡിയാക്കി ഓരോ കട്ടിംഗ് ബോർഡും അതിൻ്റെ കൂടെ ഒരു എപ്രോണും കൂടെ വെച്ചിട്ട് പാക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുറേ സമയത്തെ പണിയാണ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവർ 3 പേരും കട്ടയ്ക്ക് കൂടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കൊണ്ടുതരാനാണെങ്കിലും പാക്ക് ചെയ്യാനാണെങ്കിലും അയക്കാനാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇത് ഞങ്ങളുടെ ലാസ്റ്റത്തെ കുറച്ച് പീസസാണ്. അപ്പം ഞാൻ ഇവർ ഇതെല്ലാം പാക്ക് ചെയ്ത് തരുന്നുണ്ട്. ഞാൻ അഡ്രസ്സൊക്കെ നോക്കിയിട്ട് കറക്റ്റല്ലേ എല്ലാവർക്കും ഉള്ളതായോ എന്നൊക്കെ നോക്കുകയാണ്. അതായത് നമ്മൾ പാക്ക് ചെയ്തത് ടിക്ക് ഇട്ടുകൊണ്ട് പോവുകയാണ്. അപ്പം സപ്പോർട്ട് ചെയ്യാനൊരു ടീം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും സമാധാനവുമാണ് കേട്ടോ. നമ്മുടെ പണി ഒരുപാട് എളുപ്പമാവുന്ന പോലെ തോന്നും. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഇവർ 3 പേരും സപ്പോർട്ട് ചെയ്യണത് കൊണ്ട് ഭയങ്കര മനസ്സിന് തന്നെ ഒരു സമാധാനമായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിതെല്ലാം പാക്ക് ചെയ്ത് അയക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടിയ എല്ലാവരും പറഞ്ഞു നല്ല പ്രൊഡക്റ്റാണ്, നമ്മുടെ കട്ടിംഗ് ബോർഡ് ആണെന്നുണ്ടെങ്കിലും അപ്രോൺ ആണെങ്കിലും അടിപൊളിയാണ്, ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയില്ല, നല്ല പ്രൊഡക്റ്റാണെന്നാണ് കേട്ടോ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ എല്ലാ പാക്കിങ്ങും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓട്ടോറിക്ഷയിലേക്ക് നമുക്കിത് എടുത്ത് വയ്ക്കാൻ. സാധാരണ അച്ഛനായിരുന്നു സ്കൂട്ടിയിൽ വെച്ചിട്ട് കൊണ്ടുവരുന്നത്. അന്നേരം ഒരു 10-20 ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്കൂട്ടിയിൽ വെച്ച് കൊണ്ടുപോകാൻ സുഖമായിരുന്നു. പക്ഷേ ഇത് അതിലും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ട് നമ്മൾ ഓട്ടോറിക്ഷയിൽ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പിന്നെ വളകാപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇലയൊക്കെ നമ്മുടെ വാഴയില സെറ്റ് ചെയ്തിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് വേണമല്ലോ. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഇതുപോലത്തെ ഒരു വെള്ളമുണ്ടില്ലേ വാഴയിലയൊക്കെ വെച്ചിട്ട് പിൻ ചെയ്തിട്ട് തൂക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ അത് നീട്ടം എത്തുമോ എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും രാത്രി സെറ്റ് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കും ഈ വെള്ളമുണ്ട് എന്നുള്ള കോൺസെപ്റ്റേ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്താണ് നമ്മളതിന് പകരം ചെയ്തതെന്നുള്ളത് വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നോക്കണതിൻ്റെ ഇടയിൽ അരുണേട്ടൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അരുണേട്ടൻ എങ്ങനെയാണ്
എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കുറേ പേര് അരുണേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്തായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അരുണേട്ടൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരുമിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യാവേ. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ വാഴേൻ്റെ ഇലയൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളാട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കാമെന്നൊക്കെ വിജേഷേട്ടനൊക്കെ അഭിപ്രായം പറഞ്ഞ് ഞങ്ങളങ്ങനെ നിൽക്കുകയായിരുന്നു. ഉച്ചയായപ്പോൾ ദേ ഇവരൊക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അമ്മാവനും അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. സിനിയമ്മായിയൊക്കെ വന്നിട്ടുണ്ട്. സിനിയമ്മായിനെയും അമ്മാവനെയൊക്കെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അവരൊക്കെ ആഫ്രിക്കയിൽ നമ്മുടെ മലാവിയിലുള്ളതാണ്. എല്ലാവരും ഇപ്പോൾ വെക്കേഷന് നാട്ടിലേക്ക് വന്നതാണ് കേട്ടോ. ഇത് അമ്മാവൻ്റെ വണ്ടിയാണ്. അമ്മാവൻ പുതിയ എടുത്ത വണ്ടിയാണ് കേട്ടോ. അടിപൊളി വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ പന്തലിടാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കസേരയും ടാർപ്പായും ഒക്കെ നമ്മൾ തുണീൻ്റെ പന്തലാട്ടോ ഇടുന്നത്. മഴ ഞങ്ങൾ ആദ്യം വിചാരിച്ച നമ്മുടെ ടാർപ്പായ മുകളിലിട്ടാലോ എന്ന്, പിന്നെ വിചാരിച്ചു അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ മഴ പെയ്താലും ഇപ്പോൾ ഈവനിങ്ങിലാണല്ലോ സാധാരണ മഴ പെയ്തുകൊണ്ടിരുന്നത്. ഈവനിങ്ങിൽ മഴ പെയ്യുകയാണെങ്കിലും പിറ്റേന്ന് രാവിലെ മുതൽ നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ വളകാപ്പിൻ്റെ ആ സമയമാകുമ്പോഴത്തേക്കിനും ഇതെല്ലാം വെള്ളമൊക്കെ വറ്റി നിലമൊക്കെ ഓക്കെ ആകുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തുണീൻ്റെ പന്തലാണ് ഇടുന്നത്. അപ്പോൾ പന്തലിടുന്ന ചേട്ടന്മാർ വന്നിട്ട് പന്തലിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞപ്പോഴാണ് അവർ പന്തലിൻ്റെ പണി തുടങ്ങിയത്. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ കല്യാണ ബ്ലൗസ് ഉണ്ടല്ലോ, അതെനിക്ക് കയറത്തില്ല. ഞാൻ പറഞ്ഞല്ലോ നല്ല തടി വെച്ചതുകൊണ്ട് അത് കയറാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ സ്റ്റിച്ച് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അറ്റത്ത് ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അതുവരേക്കുള്ള സ്റ്റിച്ച് അയച്ചിട്ട് എനിക്ക് പാകമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഓരോരോ തിരക്കിലാണ്. അമ്മയൊക്കെ ആണെങ്കിലും കിച്ചണിൽ പണിയാണ്. അങ്ങനെ അവൻ്റേതായിട്ടുള്ള രീതിയിൽ എല്ലാവരും തിരക്കിലാണ് കേട്ടോ. അപ്പോൾ തുന്നലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ദേ മൈലാഞ്ചി ഇടാൻ വേണ്ടി പോവുകയാണ്. ചിന്നുവിൻ്റെ കയ്യിൽ അവൾ തന്നെ മൈലാഞ്ചി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അഞ്ജീൻ്റെ കയ്യിൽ മിന്നു ആണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. മിന്നു ആണ് ഞങ്ങൾക്ക് മൈലാഞ്ചി ആണെങ്കിലും എല്ലാ സാധനങ്ങളും വരയ്ക്കൽ ഇങ്ങനത്തെ ഓരോരോ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളും മിന്നു ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കൽ. അഞ്ജീൻ്റെ കയ്യിലത്തെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞതിന് ശേഷം വേണം എൻ്റെ കയ്യിലിടാൻ കേട്ടോ. ഏറ്റവും ലാസ്റ്റ് വേണം മിന്നുവിൻ്റെ കയ്യിലിടാൻ. അങ്ങനെ വലുതായിട്ടൊന്നും മൈലാഞ്ചി ഇടുന്നില്ല. ജസ്റ്റ് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് കയ്യിൽ ജസ്റ്റ് ഒരു മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു രസമാണല്ലോ, എനിക്കിഷ്ടമാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ഡിസൈനൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പന്തൽ പണിക്കാർ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, നിങ്ങൾ പന്തൽ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുണ്ടൊന്ന് കെട്ടിത്തരണം. ഞങ്ങൾ നേരത്തെ മുണ്ട് കെട്ടാമെന്നാണല്ലോ വിചാരിച്ചത്. അപ്പോൾ ആ മുണ്ടൊന്ന് കെട്ടിത്തരണം. കാരണം ഇവർ കോർണർ സൈഡൊക്കെ ഫുള്ള് അറ്റാച്ചാക്കി വെച്ചിരിക്കണം. അപ്പോൾ നമുക്കവിടെ ഓട്ടയൊന്നും കാണില്ല മുണ്ട് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ മുണ്ട് നിങ്ങളൊന്ന് കെട്ടിത്തരും പോണതിന് മുന്നേ, അതാകുമ്പോൾ ഞങ്ങൾക്ക് സുഖമാണല്ലോ. വൈകുന്നേരം നമുക്കതിൽ ഇല മാത്രം ഫിക്സ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചേട്ടന്മാരുടെ അടുത്ത് മുണ്ട് കൊടുത്ത് അവർ കെട്ടാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ നിൽക്കണത് ഈ ഒരു ടീഷർട്ട് ഇട്ട് ആ ചേട്ടൻ ഉണ്ടല്ലോ, ആ മൂലയ്ക്ക് നിൽക്കണേ ആ ചേട്ടൻ വന്ന് പറഞ്ഞത്, ഇങ്ങനെ കെട്ടിയിട്ട് കാര്യമില്ല, നിങ്ങൾ ഇല വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുണ്ട് ഇങ്ങനെ താഴത്തേക്ക് തൂങ്ങിപ്പോകും, അപ്പോൾ അത് സെറ്റാവില്ല എന്ന്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഒരു പായ ഉണ്ടെങ്കിൽ എടുത്തു കൊണ്ടുവരാൻ. അങ്ങനെ ഞങ്ങളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പായ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ 2 സ്റ്റാൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുണ്ട് മാറ്റിയിട്ട് ഈ 2 സ്റ്റാൻഡിലേക്ക് പായ വെച്ച് കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അങ്ങനെയാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇത് ചെയ്യാറുള്ളത് എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഏത് ചേട്ടനാണെന്നറിയാമോ? ആ ഒരു ടീഷർട്ട് ഇട്ടിട്ടുള്ള 9 എഴുതിയിട്ടുള്ള ടീഷർട്ട് ഇട്ട ചേട്ടനല്ലേ, ആ ചേട്ടനാണ് പറഞ്ഞത്. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. പിന്നെ ഇല വെച്ചാലും അത് അല്ലെങ്കിൽ വളഞ്ഞു പോകും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം ഒരുപാട് ഇലകൾ വാഴേൻ്റെ ഇല വരുമ്പോൾ അതിങ്ങനെ തൂങ്ങുമല്ലോ, വെയിറ്റ് തൂങ്ങുമല്ലോ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല പറഞ്ഞിട്ട് ആ ചേട്ടൻ ഞങ്ങൾക്ക് അതെല്ലാം സെറ്റാക്കി തന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സെറ്റാക്കി തന്നത് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. ഞങ്ങളെ മണ്ടത്തരം കൊണ്ട് ആ ഒരു മുണ്ടിലാണ് ചെയ്തിരുന്നെങ്കിൽ അത്ര ഭംഗി ഉണ്ടാവില്ലായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അടുക്കളയിൽ അമ്മയും വല്യമ്മമാരും ഒക്കെ ചേർന്നിട്ട് ചിക്കൻ കറി അങ്ങനത്തെ വൈകുന്നേരത്തേക്കുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് റിലേറ്റീവ്സ് വരും കേട്ടോ. എല്ലാവരും ഒന്നും വൈകുന്നേരം വരുന്നുണ്ടാവില്ല. കാരണം വളകാപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഫംഗ്ഷൻ, അങ്ങനെ തലേന്നത്തെ ഫംഗ്ഷനായിട്ടേ ഇല്ല, നമുക്ക് അന്നത്തെ ഫംഗ്ഷനേ ഉള്ളൂ. പക്ഷെ നമ്മളെ കുറച്ച് അടുത്തുള്ള റിലേറ്റീവ്സൊക്കെ തലേന്ന് വരും. അപ്പോൾ ഓരോക്കെ വരുമ്പോഴത്തേക്കിനും ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് അമ്മമാരൊക്കെ അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം
കുറച്ച് നേരം വെച്ചാൽ മതി, ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയൊരു കളർ വരും. അത് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ആയിക്കോളും എന്നാണ് കേട്ടോ മിന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കഴിക്കാൻ പാടില്ലെങ്കിലും ഞാൻ ചെറിയൊരു പൊട്ട് പഴംപൊരി കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്, ചേച്ചി ഷുഗർ കൂടും, ഷുഗർ കൂടി എന്താണ് ഉണ്ടാവുക എന്നൊക്കെ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, പഴംപൊരി ചെറിയ പൊട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ, അപ്പോൾ ചെറിയ പൊട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മിന്നുവിനുള്ള പഴംപൊരി ഏട്ടാ ഞാൻ വാങ്ങി പിടിച്ചേക്കുന്നത്, എന്നോട് പറയുന്നത് ഇതിൻ്റെ ഇടയിലിരുന്ന് ആ പഴംപൊരി കഴിച്ച് തീർക്കരുതെന്ന്. അപ്പോൾ എന്തായാലും ഞാനും കൺട്രോളിങ് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. പഴംപൊരി എന്താണെന്ന് വെച്ചാൽ രണ്ട് തരത്തിലുള്ള, ഞാനെടുത്ത പഴംപൊരിക്ക് അത്ര മധുരം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവർ കഴിക്കാനെടുത്ത പഴംപൊരിയിൽ നല്ല മധുരം ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അപ്പം അതെ, ചെറിയ കുഞ്ഞ് വട്ടത്തിലുള്ളൊരു മൈലാഞ്ചിയായിട്ട് ഇടുന്നത്, ഒരുപാട് വലിയ ഡിസൈനൊന്നുമില്ല, കുഞ്ഞ് ഡിസൈനുള്ള ചെറിയൊരു മൈലാഞ്ചിയാണ് ഇടുന്നത്. അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല ഇടിമിന്നലും ഇടിപൊട്ടലും നല്ല മഴയും വന്നു. ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്തായാലും മഴ പെയ്യുമെന്ന്. അപ്പോൾ തുണിപ്പന്തലായതുകൊണ്ട് തന്നെ എല്ലാ മഴവെള്ളം മുറ്റത്തേക്കും വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പിറ്റേന്ന് രാവിലെ മുതൽ നല്ല വെയിലായിരിക്കുമല്ലോ, അതിപ്പോൾ 7 മണി 7:30 ആകുമ്പോൾ തന്നെ വെയിൽ വരും. നമ്മളെ പ്രോഗ്രാം എന്ന് പറയുന്നത് 11:30 ആ സമയമാകുമ്പോഴത്തേക്കിനാണ്. അപ്പോഴത്തേക്കിന് എന്തായാലും ഇതെല്ലാം വെള്ളമെല്ലാം വലിഞ്ഞ് മഴ പെയ്തൊരു ഫീലേ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് വലിയ ടെൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്ത് ഇടിമിന്നലൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഉള്ളിൽ സോഫയിൽ ഇരുന്നിട്ട് പിന്നെ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിന്നുവിൻ്റെയും മിന്നുവിൻ്റെയും അമ്മയാണിത്, മായാൻറ്റി. മായാൻറ്റി വന്നിട്ടുണ്ട് അവരുടെ കമ്മലോ വളയോ എന്തൊക്കെയോ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ദേ അതിൻ്റെ ഒരു ബോക്സൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടാകുന്ന ഒരു പരിപാടിയാണല്ലോ ഈ വളകാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വരികയും കൂടുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇത് അമ്മേൻ്റെ അമ്മേൻ്റെ, അതായത് അരുണേട്ടൻ്റെ അമ്മേൻ്റെ ഏട്ടൻ്റെ വൈഫും മക്കളൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈവനിങ് ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് റിലേറ്റീവ്സൊക്കെ വരും എന്നുള്ളത്. അപ്പോൾ അത് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുക, ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇവരൊക്കെ കണ്ടിട്ട് കുറേ ആയി, കാരണം നമ്മൾ മലാവിലായതുകൊണ്ട് എന്താ പറയുക അങ്ങനെ എല്ലാവരും കാണലൊന്നുമില്ലല്ലോ. പിന്നെ ഈ വെക്കേഷന് വരുന്ന സമയത്താണല്ലോ കാണുക. പിന്നെ ഇത് ശാന്തിനിയമ്മായി ആണ് കേട്ടോ ഈ ചുരിദാറിട്ടത്. ശാന്തിനിയമ്മായി എൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട് കേട്ടോ. അതിപ്പോൾ മലാവി ഡയറി, നമുക്ക് 2 യൂട്യൂബ് ചാനലുണ്ടല്ലോ, മലാവി ഡയറി യൂട്യൂബ് ചാനലും ഉണ്ട്, ലൈഫ് ഓഫ് അരുൺസുമിയുണ്ട്. അതിലുള്ള എല്ലാ വീഡിയോസും അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന അമ്മായി എല്ലാം കാണാറുണ്ട്. പിന്നെ അവരുടെ മകൻ, അതായത് അരുണേട്ടൻ്റെ ചേട്ടനും ചേട്ടത്തിയമ്മയും എല്ലാവരും ആണ്. അപ്പം അങ്ങനെ റിലേറ്റീവ്സ് എല്ലാവരും വന്ന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാവരും കാണുമ്പോൾ തന്നെ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു, അവരൊക്കെ പോയി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, വാഴേൻ്റെ ഇലയൊക്കെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ചിന്നും അപ്പവും കൂടെ അവിടെ വളകാപ്പ് എന്നുള്ളതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു മഞ്ഞ ഇല, അതായത് വാഴേൻ്റെ ലൈറ്റ്, അതായത് ഇളം ഇലയിലായതുകൊണ്ട് അത്ര തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഇലയൊക്കെ മാറ്റിയിട്ട് വീണ്ടും എഴുതാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയം ഞാൻ, അഞ്ചി, ചിന്നു, അരുണേട്ടൻ്റെ ചേച്ചി, പിന്നെ ചിന്നുവിൻ്റെ അച്ഛൻ ഷായ്ക്കൊച്ച, അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ വാഴേൻ്റെ ഇല ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആദ്യം ഞങ്ങൾ വാഴേൻ്റെ ഇലേൻ്റെ അടിയിൽ ഒരു ഡബിൾ ടാപ്പ് വെച്ചിട്ട് പായയിൽ ഒട്ടിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങോട്ട് പുറത്തേക്ക് പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈശ്വരാ പാളിപ്പോയോ, നമ്മുടെ ഐഡിയാസൊക്കെ പാളിപ്പോയെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ പിന്നെയാണ് ഐഡിയ മനസ്സിലായത്. ഡബിൾ ടാപ്പ് വെച്ച് വാഴേൻ്റെ ഇല ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു മുട്ട് സൂചിയും കൂടിയും കുത്തി, അതായത് മുട്ട് സൂചി, വാഴേൻ്റെ ഇല, ഡബിൾ ടൈപ്പ് പായ, ഇങ്ങനെ 4 ലെയറിലുള്ള സാധനത്തിന് മുട്ട് സൂചിയും കൊണ്ട് കുത്തിയതാക്കിയപ്പോഴാണ് ആ വാഴേൻ്റെ ഇല കറക്റ്റ് നിന്നത് കേട്ടോ. 5 അങ്ങനെ കുത്തി നോക്കിയപ്പോഴാണ് കേട്ടോ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടിയത്. പിന്നെ അങ്ങോട്ട് ഫുള്ള് വാഴേൻ്റെ ഇല സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവരിവിടെ വളകാപ്പ് എന്നൊക്കെ എഴുതുന്നുണ്ട്. ഇവർക്ക് കുറേ എഴുതിയിട്ട് അത് ശരിയാവണമെന്നില്ല. പിന്നെ ഞങ്ങൾ ഈ വളകാപ്പ് നിലയിൽ എഴുതിയത് ശരിയായത് പിറ്റേന്ന് രാവിലെ കേട്ടോ. പിറ്റേന്ന് രാവിലെ മിന്നു പറഞ്ഞു ഇനിയിപ്പോൾ ശരിയാവുകയാണെങ്കിൽ ശരിയാവട്ടെ പറഞ്ഞിട്ട് അവളൊരു വാഴേൻ്റെ ഇലയിൽ എഴുതിയപ്പോഴാണ് വളകാപ്പിൻ്റെ ശരിയായത്. കാരണം വാഴേൻ്റെ ഇലയിൽ അധികം ഒന്നും നമ്മുടെ പെയിൻറ്റ് പിടിക്കത്തില്ല. അപ്പോൾ ഞങ്ങളാദ്യം വിചാരിച്ചു പെയിൻറ്റൊക്കെ പെട്ടെന്ന് പിടിക്കുമായിരിക്കുന്നു. പക്ഷെ അത് നമുക്കറിയില്ലല്ലോ, ആദ്യമായിട്ട് ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു സെക്ഷനിൽ അവർ ശരിയാക്കുന്നുണ്ട്. ഇവിടെ അത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് വാഴേൻ്റെ ഇല ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും
കുറേ പണി പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും വാഴേൻ്റെ ഇലയൊക്കെ സെറ്റാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് നമ്മുടെ ഫംഗ്ഷൻ്റെ അന്ന് രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇലയൊക്കെ വെച്ച് ഫിക്സ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ രാത്രിയിൽ ഇനിയും മഴ പെയ്താൽ ഇത് കേടുവരുമോ അങ്ങനെയൊക്കെയുള്ളൊരു, അതായത് കാറ്റൊക്കെ അടിച്ചിട്ട് നിലത്ത് ചാടി വീഴുമോ അങ്ങനെയൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ രാത്രി തന്നെ ഒട്ടിച്ച് അതെല്ലാം സെറ്റാക്കിയിട്ടാണ് കിടന്നത്. കിടക്കുമ്പോഴും പേടിയുണ്ടായിരുന്നു ഇത് കേട് വന്ന് പോകുമോ എന്നുള്ളത്. ദൈവഭാഗ്യം കൊണ്ട് അങ്ങനെ കേടൊന്നും വന്നില്ല. എല്ലാവരുടെയും അഭിപ്രായം വെച്ചിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഒട്ടിച്ച് ശരിയാക്കുന്നത്. ഇനി ആ പായേൻ്റെ മുകൾ ഭാഗം വരെ വാഴേൻ്റെ ഇല ഒട്ടിക്കണം. പിന്നെ ഈ വാഴേൻ്റെ ഇല, ഇത്രയും വാഴേൻ്റെ ഇല ഞങ്ങൾക്ക് കൊണ്ടു തന്നത് ഷായിക്കോച്ച ചേട്ടോ, ചിന്നുവിൻ്റെയും മിന്നുവിൻ്റെ അച്ഛൻ, അതായത് അരുണേട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ കുറേ വാഴേൻ്റെ ഇല വെട്ടിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. ചായക്കൊച്ചൻ്റെ കയ്യിലായിരുന്നു ഞങ്ങൾക്ക് ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ചായക്കൊച്ച എന്താ പറയുക വാഴേൻ്റെ ഇല വെട്ടിക്കൊണ്ടുവരുന്നത്. എന്തായാലും കൊച്ചച്ച അതെല്ലാം സെറ്റാക്കി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വാഴേൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി വാഴേൻ്റെ ഇലയൊക്കെ നമ്മൾ എടുത്തിട്ട് വേറെ ഓരോ ആവശ്യങ്ങൾക്ക് കൊടുത്തു, അതായത് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും തകൃതിയായിട്ട് ഇവിടെ വാഴേൻ്റെ ഇല ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പം ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോസ് ഇങ്ങനെ വളകാപ്പ് ചെയ്യാൻ പോകുന്നവർ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു ടിപ്പാണ്, നമ്മൾ വാഴേൻ്റെ ഇല ഇങ്ങനെ, അതായത് പ്യുവർ വാഴേൻ്റെ ഇല എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യണതെന്ന് വെച്ചാൽ ഇതുപോലെ പായയിൽ വെച്ചിട്ട് സെറ്റാക്കിയായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഞങ്ങളും വെള്ളമുണ്ടിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ വീഡിയോസ് കണ്ടിട്ട്, റീൽസൊക്കെ കണ്ടിട്ട് തന്നെയാണ്, നമുക്കും അറിയേണ്ടതില്ല. പക്ഷേ വെള്ളമുണ്ടിലൊക്കെ നമ്മൾ വാഴേൻ്റെ ഇല ചെയ്ത് വരുമ്പോഴത്തേക്കിനും അതിങ്ങോട്ട് താഴത്തേക്ക് തൂങ്ങും വെയിറ്റ് വരുമ്പോൾ. അപ്പം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ചതുര ഷേപ്പിൽ അത് നിൽക്കത്തില്ല മൊത്തമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കട്ടി വെക്കുന്നത് നല്ലതാണ്. അതായത് ഇപ്പോൾ പായൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു വാഴേൻ്റെ ഇല എടുക്കുക, അത് ഈ പായയിലേക്ക് ഡബിൾ ടേപ്പ് എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ അത് ഒട്ടിക്കുക. എന്നിട്ട് ഒരു മുട്ടുസൂചി എടുത്തിട്ട് ആ ഡബിൾ ടേപ്പും വാഴേൻ്റെ ഇലയും പായയും കൂടെ ചേർത്ത് കുത്തി നിർത്തുക, അതായത് മുകളിൽ താഴത്തേക്കാക്കി കുത്തി നിർത്തുക. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടോ. അത് ഞാൻ ഇനിയിപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ, അപ്പോൾ ഞങ്ങളുടെ ഒരു അറിവ് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഇവിടെ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് തൊട്ടടുത്ത ദിവസം വളകാപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തണേ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വളകാപ്പിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.